Hi dears, welcome to RKNX. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏസാർമിസ് ആണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു കാരൊക്കെ ഓണപരീക്ഷയുടെ ചൂട് പിടിച്ചിരിക്കുകയാണല്ലേ. അതായത് നമ്മുടെ പ്ലസ് ടു ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടൈം ടേബിളിന്റെ മുന്നേയും ഞാൻ ഈ ഇത്തരത്തിലുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എന്താണ് കുട്ടികൾ ഓണപരീക്ഷയുടെ ചൂട് പിടിച്ചിട്ടില്ല. പക്ഷെ ടൈം ടേബിൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി. ഇനി നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടുന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഒക്കെ മക്കൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പണ്ടും പറയാറുണ്ട്, ഒരു എക്സാം വരുമ്പം ഓരോ സബ്ജക്റ്റിലും ചാപ്റ്റേഴ്സ് മാത്രം അറിഞ്ഞിരുന്നത് കാര്യമില്ല. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്, ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ ബുക്ക് എടുത്ത് തുറന്നു വെച്ചിരുന്നിട്ട് അയ്യോ ഈ ചാപ്റ്ററിൽ ഞാൻ ഇനി എന്ത് പഠിക്കണം, എന്താ പഠിക്കേണ്ടതെന്ന് അറിയാതെ ഇരുന്നാൽ നമ്മളെ സമയം വെറുതെ പോവുകയുള്ളൂ. സോ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിക്കണം. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് ബയോളജിയിൽ, ബോട്ടണിയിലും സുവോളജിയിലും നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് അറിയാം. ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക് ആണ് നമ്മൾ എത്രയും പെട്ടെന്ന് കവർ ചെയ്യേണ്ടത് അല്ലെ. വെറുതെ കവർ ചെയ്താൽ പോരാ, മനസ്സിലാക്കി പഠിക്കേണ്ടത്. കാരണം നമുക്ക് ഫൈനൽ എക്സാമിന് ഈ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം നമുക്കൊന്ന് നോക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, നമ്മുടെ സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഓണം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ലേബൽ ചെയ്യാൻ ചോദിക്കും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ലേബൽ ചെയ്യാൻ ചോദിക്കും. പ്രത്യേകിച്ച് യൂട്രസിന്റെ ലെയേഴ്സ് പഠിച്ചു വെച്ചോളുക. സ്പെർമാറ്റോജെനിസിസ്, ഊജെനിസിസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഫ്ലോ ചാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലെ. ആ ഡയഗ്രാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക. സ്പേമിന്റെ സ്ട്രക്ചറും ചോദിക്കാറുണ്ട്, ആക്രോസോമിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. ഫേസസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ 3 മാർക്കിന് വന്നിരിക്കുന്ന ചോദ്യം നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഫേസസ് ആണ്. ആ ഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ വരിക അല്ലെ. പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽ, അതുപോലെ തന്നെ ഒവേറിയൻ ഹോർമോൺ ലെവൽ ഒക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, കോർപ്പസ് ലൂട്ടിയം ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ, അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അച്ഛനാണോ അമ്മയാണോ. അപ്പൊ നമുക്കൊരു ക്രോസ് ഒക്കെ ചെയ്യാണ്ടല്ലേ, XXXY എന്ന് പറഞ്ഞിട്ട്. അത് മക്കൾ പഠിച്ചു വെച്ചോളൂ. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽമാസ്, അത് ലേബൽ ചെയ്യാൻ ചോദിക്കും. ഫംഗ്ഷൻ ചോദിക്കും. പ്ലാസന്റയുടെ ഫംഗ്ഷൻസ് ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് പ്ലാസന്റയുടെ ഫംഗ്ഷൻസ്, ഏതൊക്കെയാണ് പ്ലാസെന്റൽ ഹോർമോൺസ് എന്ന് ചോദിക്കും അല്ലെ. HCG, HPL എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി. ഇപ്പൊ 1ാം മാസം എംബ്രിയോനുള്ള ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ 5ാം മാസം എംബ്രിയോനുള്ള ഡെവലപ്മെന്റ്, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോളൂ. ആൻഡ് ഓൾസോ കൊളോസ്ട്രത്തിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും. എന്തിനാ കുഞ്ഞുങ്ങൾക്ക് കൊളോസ്ട്രം കൊടുക്കുന്നത് എന്നുള്ളത് ചോദിക്കും അല്ലെ. ഇമ്മ്യൂണിറ്റി കൊടുക്കാനല്ലേ. യെസ്, അപ്പൊ എന്താണ് അതും പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന്റെ മുന്നേയും മിസ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. പക്ഷെ എക്സാം അടുത്ത് വന്നതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മക്കളെ, വീഡിയോ മുഴുവൻ കാണുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എംനിയോസെന്റസിസ്, ഇത് നിങ്ങൾ പഠിക്കണം. എന്താണ് എംനിയോസെന്റസിസ്? ആൻഡ് ഓൾസോ എംനിയോസെന്റസിസ് ബാൻഡ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത് എന്ന് പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിൽ നാച്ചുറൽ മെത്തേഡ് 3 ടൈപ്സ് പഠിക്കാനുണ്ട്, അത് പഠിച്ചു വെച്ചോളൂ. ആൻഡ് ഓൾസോ ബാരിയർ മെത്തേഡ് അല്ലെ, ബാരിയർ മെത്തേഡിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. IUD is very important, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതിന്റെ ടൈപ്സ് പഠിക്കണം. ആൻഡ് ഓൾസോ എന്ത് പഠിക്കണം, ഓരോ ടൈപ്പിന്റെയും എക്സാമ്പിൾസ് പഠിക്കണം. പിന്നെ സഹേലി അല്ലെ, സഹേലി CDRI ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത വൺസ് എ വീക്ക് പിൽ ഏതാതൊക്കെ ചോദിക്കും, അത് സഹേലി, അത് പഠിച്ചു വെച്ചോളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആ ഡയഗ്രാം എന്ന് ചോദിക്കും. അപ്പൊ വാസക്ടമി, ട്യൂബക്ടമി പഠിച്ചു വെച്ചോളൂ. ആൻഡ് ഓൾസോ 3 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അതിന്റെ എക്സാമ്പിളും ചോദിക്കും. പ്രിവെൻഷൻ അല്ലെ, പ്രിവെന്റീവ് മെഷേഴ്സും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതിൽ ജിഫ്റ്റും, സിഫ്റ്റും, IUI, IUT, ICSI എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. AI അല്ലെ. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, ഫുൾ ഫോംസും പഠിക്കുക. ഫുൾ ഫോം മാത്രം പഠിക്കരുത്, ഫുൾ ഫോംസിന്റെ ഒരു ഷോർട്സ് മിസ് ചെയ്തിട്ടുണ്ട്.
അത് കൂടാതെ ഇത് ഓരോന്നും അല്ലെ, ഓരോ ടെക്നിക്കും എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് ടെക്നിക് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, വലിയ ചാപ്റ്റർ ആണ്, വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അല്ലെ. ഇതിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ചോദിക്കാറുണ്ട്, ടെസ്റ്റ് ക്രോസ് ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിളും ക്രോസും ഒക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ മിറാബിലിസ്റ്റ് അല്ല പാൻഡർഹൈനം മേജസ് എക്സാമ്പിൾ പഠിക്കുക, ക്രോസ് ചെയ്യാൻ പഠിക്കുക. ആൻഡ് ഓൾസോ കോഡോമിനൻസ്, ഈ കോഡോമിനൻസ് ചോദിക്കും, ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെ ചോദിക്കും. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. സോ അതും പഠിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് TH മോർഗൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൂവ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത ഡ്രോസോഫില എന്ന് പറയുന്ന ഓർഗാനിസം, അത് എന്തുകൊണ്ട് ആ ഓർഗാനിസം എന്നുള്ളത് ചോദിക്കാറുണ്ട്. 4-5 പോയിന്റ്സ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അത് പഠിച്ചു വെച്ചോളാം. പിന്നെ എന്താണ് ലിങ്കേജ്, എന്താ ക്രോസിംഗ് ഓവർ, തമ്മിലുള്ള റിലേഷൻ എന്താണ് അല്ലെ, ഈ കാര്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആൽഫ്രഡ് സ്റ്റേർട്ട്വൻ, നമുക്ക് ഒരാളെ പേര് പഠിക്കാനുണ്ടല്ലോ, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്, അത് പഠിക്കുക. പിന്നെ ബെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് വെരി ഇമ്പോർട്ടന്റ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിക്കിൾ സെൽ അനീമിയ ഒക്കെ ഡയഗ്രാം തന്നിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. പിന്നെ പെഡിഗ്രി അനാലിസിസ്, പ്രത്യേകിച്ച് അതിന്റെ സിമ്പിൾസ്, അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതില്ലാത്ത ചോദ്യപേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഓരോ സിമ്പിളും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ക്രോമസോമൽ ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം 3 പഠിക്കാനുള്ളൂ. അതിന്റെ കാരിയോ ടൈപ്പും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. സിംറ്റംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താ അന്യൂപ്ലോയിഡി, പിന്നെ മ്യൂട്ടേഷന്റെ ടൈപ്പ്, മ്യൂട്ടേഷന്റെ ഏജൻസ് അല്ലെ, അതെന്തൊക്കെയാണെന്നൊക്കെ 1, 2, 3 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും മക്കളൊന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടണി നോക്കാം. ഓക്കെ, ബോട്ടണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ചാപ്റ്റർ ആണ് എക്സാമിന് അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും. അപ്പൊ ഇതാണ് നമുക്ക് ബോട്ടണിയിൽ പഠിക്കാനുള്ളത്. അപ്പം ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം? യെസ്, അപ്പൊ ക്വസ്റ്റ്യൻസ് ഉറപ്പായും വരുന്ന ടോപ്പിക്സ് ആണ്. ഒന്ന് പോളിനേഷന്റെ കൈൻഡ്സ് ആൻഡ് ടൈപ്സ്. ഓക്കെ, ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസും പഠിച്ചു വെച്ചോളാം. പിന്നെ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ വോൾ ലെയേഴ്സ്, പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ, എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജും മോണോകോട്ട് സീഡ് സ്ട്രക്ചറും, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മക്കളെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മള് സുവോളജിയിൽ, അതായത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ബോട്ടണിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഈ 2 ചാപ്റ്ററുമാണ് ഏറ്റവും കൂടുതൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ ഡയഗ്രാം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഡയഗ്രാംസ് ഒക്കെ പഠിക്കുക, അതൊക്കെ ലേബൽ ചെയ്യാൻ പഠിക്കുക, പാർട്സിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പൊ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുൾ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ് ടു റീകോമ്പീറ്റന്റ് എന്താ പറയാ ഹോസ്റ്റ് അങ്ങനെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് സ്കീം ഓഫ് വർക്കിൽ. അപ്പൊ എന്താണ്, നിങ്ങൾ അതുവരെ മാത്രം എന്താണ് പഠിച്ചാൽ മതി, അപ് ടു കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്നാ അല്ലെ. ഓക്കെ, എന്തായാലും അതുവരെ മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് മിസ് പറഞ്ഞുതരാം. റെസ്ട്രിക്ഷൻ എൻസൈംസ്, ജെൽ ഇലക്ട്രോഫോറസിസ്, പാലൻഡ്രോമിക് DNA സീക്വൻസസ്, ഹൗ ബാക്ടീരിയൽ സെൽസ് ആർ മെയ്ഡ് കോമ്പീറ്റന്റ് ടു ടേക്ക് അപ്പ് DNA, അതുപോലെ തന്നെ ഏലിയൻ DNA ഇൻട്രൊഡ്യൂസിംഗ് ടെക്നിക്സ്, ക്ലോണിംഗ് വെക്ടർ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം നെക്സ്റ്റ് എക്സാമിലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ്. അപ്പൊ മക്കൾക്ക് കൃത്യമായിട്ട് ഈ ബയോളജി എങ്ങനെ കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സമയമില്ല അല്ലെ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എക്സാമിലേക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബയോളജിക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു സമയം ഇല്ല, ആ ടൈം ടേബിൾ കണ്ടാൽ മനസ്സിലാവും. ഇടയിലൊന്നും നിങ്ങൾക്ക് ബയോളജി പഠിക്കാനുള്ള ഒരു വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാത്സും ബയോളജിയും അടുപ്പിച്ച് എന്തോ അല്ലേ വരുന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മളിത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെയാണോ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്, മാത്സോ ബയോളജി ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്ജക്ട്സിൽ ഈ പറയുന്ന പോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളൂ കേട്ടോ. എന്ന് വിചാരിച്ച് ഇത് മാത്രമല്ല പഠിക്കേണ്ടത്, ബാക്കിയും പഠിക്കണം. പക്ഷെ ഇതൊക്കെ ഉറപ്പായും ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചോളൂ. ഇതിന് മുന്നേ മിസ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും കുട്ടികൾ മിസ്സേ ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ എന്ത് ചെയ്യുക, ഒട്ടും സമയം കളയാതെ പഠിച്ചു തുടങ്ങിക്കോളുക. പഠിച്ചു തുടങ്ങാത്തവർ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. നമുക്കിനി സമയമില്ല. ഈ വർഷം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ.
ഫൈനൽ എക്സാമിലേക്കുള്ള ഒരു വലിയ പ്രാക്ടീസ് ആണ് നമ്മുടെ ഈ ഒരു പരീക്ഷ. അപ്പം അത് അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവരോട് പറയുക ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താൻ. അതായത് ഈ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിനി കാണാൻ. ബൈ.